നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മോശം പ്രകടനമാണ് ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ദീർഘകാലത്തിന് ശേഷം അവർക്ക് ബൂണ്ടസ് ലീഗ കിരീടം നഷ്ടമായിരുന്നു. മാത്രമല്ല, ഈ സീസണിൽ ഒരു കിരീടം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരുടെ പരിശീലകനായ തോമസ് തുഷേൽ ക്ലബ്ബ് വിടുകയും ചെയ്തിരുന്നു. ഇനി അടുത്ത സീസണിലേക്ക് ബയേണിന് ഒരു പുതിയ പരിശീലകന് ആവശ്യമുണ്ട്. ഇപ്പോൾ അവരുടെ ഹെഡ് കോച്ചിനെ അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. മറ്റാരുമല്ല, ബെൽജിയൻ ഇതിഹാസമായിരുന്ന വിൻസെന്റ് കൊമ്പനിയാണ് ഇപ്പോൾ ബയേണിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് എത്താൻ പോകുന്നത്. ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ള ജേർണലിസ്റ്റുകൾ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബേൺലിയിൽ നിന്നാണ് ഇപ്പോൾ കൊമ്പനി വരുന്നത്. നമുക്കറിയാം, നേരത്തെ ബേൺലിക്ക് പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുത്ത ഒരു പരിശീലകനാണ് വിൻസെന്റ് കൊമ്പനി. പക്ഷെ ഈ സീസണിൽ ബേൺലി പ്രീമിയർ ലീഗിൽ മോശം പ്രകടനമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അവർ റെലഗേറ്റ് ആവുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ ഒരു അവസരത്തിലും ബയേൺ മ്യൂണിക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു. ബേൺലിക്ക് കോമ്പൻസേഷൻ ഫീ ആയിക്കൊണ്ട് 12 മില്യൺ യൂറോയാണ് ബയേണിൽ നിന്നും ലഭിക്കുക. ഈ ഒരു തുക നൽകിക്കൊണ്ടാണ് കൊമ്പനിയെ ഇപ്പോൾ ബയേൺ പരിശീലക സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, 2027 വരെയുള്ള ഒരു കോൺട്രാക്ട്, ജൂൺ 2027 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക. അടുത്ത ആഴ്ച ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഉണ്ടാകും, പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പ്രീമിയർ ലീഗ് സീസൺ കൊമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ബയേണിനെയാണ് ലഭിച്ചിരിക്കുന്നത്. ബയേണിനെ ആ ഒരു പഴയ മികവിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് അവരുടെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.